ഹോളുകൾ കണ്ടോ, ഇതിലെല്ലാം ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ആ ഹോളുകളിൽ കൂടി ഈ പൈപ്പ് കറക്റ്റ് ഇറങ്ങിപ്പോകും കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഓയിൽ ആ സ്ഥലത്ത്, ഇതിൻ്റെ പല പാഴ്സുകളുണ്ട് ഇതിനകത്ത്, കറങ്ങുന്ന ലിവറുകൾ അനങ്ങുന്നതൊക്കെ നമ്മൾ ആദ്യം കണ്ടല്ലോ, അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഓയിൽ ചെല്ലും. ആ ഓയിൽ ചെല്ലുന്ന സമയത്ത് ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് മെഷീൻ ഇടയാക്കും. മെഷീനിൽ നൂല് പൊട്ടുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. ഇവിടെ എല്ലാം കണ്ടോ, ചെറിയ ചെറിയ ഹോളുകളാണ്, ആ കുഞ്ഞി പൈപ്പാട്ടൊക്കെ ഇരിക്കുള്ളൂ. അങ്ങനെ ആ പൈപ്പ് കയറ്റി വെച്ചതിന് ശേഷം നമ്മളിതുപോലെ പയ്യെ ഇഞ്ചെക്റ്റ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ഓയിലെല്ലാം അവിടെ ചെല്ലും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മെഷീനുള്ള ചവിട്ടുഭാരവും വളരെ കുറഞ്ഞ് വളരെ ലളിതമായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. എങ്കിലും നമുക്ക് ആ ഹോളൊക്കെ നമുക്ക് ഈ ഓയിൽ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ട ഹോളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല ഗ്രീസൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതടിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല വില കൂടിയ ഗ്രീസൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിലവിൽ നമ്മൾ ഈ ഓയിൽ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടോ ഒരു ഹോള് കണ്ടോ, അത് കറക്റ്റ് ആ ഹോളിലേക്ക് നമ്മൾ അത് പൈപ്പ് വെച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ സ്ഥലത്തു കൂടെയും ആ ഓയിൽ കണ്ടോ. ഈ കണ്ടോ ഓയിൽ അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോള് കണ്ടോ. നമ്മൾ ആദ്യം ഒന്ന് ഓയിൽ അതിനകത്തുകൂടെ അപ്ലൈ ചെയ്തായിരുന്നു. ഇതെല്ലാം ഓയിലെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ശരിക്കും ഒന്ന് ചവിട്ടി കറക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഓയിൽ എല്ലായിടത്തും വ്യാപിക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും മെഷീൻ്റെ ഈ കുഞ്ഞു ഹോളുകളുണ്ട്. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളാണ് ഈ മെഷീൻ്റെ അടിയിലുള്ള ഒരു 5-6 സ്ഥലത്തോളം ഉള്ളത്. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ഞി അല്ലെങ്കിൽ നൂലൊക്കെ കെട്ട് വീണ് അടഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവനെ ഒന്ന് പതിയെ ഒന്ന് അഴിച്ചങ്ങെടുക്കാം. അത് നല്ലപോലെ അഴിച്ച് അതെടുത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് ഈ തുണിയുടെ പൊടി നമ്മൾ തയ്ക്കുന്ന സമയത്ത് തുണിയുടെ പൊടികളെല്ലാം കൂടെ കൂടി വന്നിട്ട് അതിനകത്ത് കട്ട പിടിച്ചിരിക്കും, ഓയിലുമായിട്ട് കട്ട പിടിച്ചിട്ട് ജാമാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ഥലം കൊണ്ടാണല്ലോ ഈ നൂല് വരുന്നത്. ഇതുകൊണ്ട് ഈ നൂലെല്ലാം കൂടെ കട്ട പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, ചെറിയ തുരുമ്പ് പോലെ പിടിച്ചിരിക്കുന്നുണ്ടത്. ഇവനെ നമുക്ക് ക്ലീൻ ചെയ്യണം. ആ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ആ നൂല് ചുറ്റുന്ന ആ ട്രേ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം ഇരിക്കുന്നുണ്ടോ, അത് നമ്മൾ പതിയെ അതിനെ അതും കൂടെ നമ്മളങ്ങ് ഊരിയങ്ങ് എടുക്കുകയാണ്. അതിൻ്റെ ചുറ്റും ചെളിയൊക്കെ ഇരിക്കുന്നുണ്ടോ, തുരുമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ. അങ്ങനെയൊക്കെ തുരുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്മൂത്തായിട്ടുള്ള വർക്കിങ് നടക്കത്തില്ല. അപ്പോൾ ഈ മെഷീന് നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് വരുന്ന കംപ്ലൈൻറ്റ്, ആദ്യമായിട്ട് വരുന്ന കംപ്ലൈൻറ്റ് അതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നൂല് പൊട്ടുക, നൂല് കുടുങ്ങുക, കെട്ട് വീഴുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ സ്മൂത്ത് വർക്കിംഗ് എല്ലാം കൊണ്ട് സംഭവിക്കുന്നത്. ഉണ്ടോ, അവിടെയൊക്കെ നൂല് നേരത്തെ കട്ട പിടിച്ച് ഇരുന്നത് എല്ലാം തുരുമ്പ് പോലെ പിടിച്ചിരിക്കുകയാണ്.